പവിത്രമായ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു മാസത്തിലാണ് നമ്മളെല്ലാവരും ജീവിതത്തിലെ അതിപ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങളാണല്ലോ ഇസ്റാഉം മിഅ്റാജും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലത്തെ വലിയൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നൊക്കെ മഹാന്മാരായ ഉലമാക്കൾ രേഖപ്പെടുത്തുന്നു. ഫത്ഹുൽ അല്ലാമ പോലെയുള്ള ഗ്രന്ഥങ്ങൾ ഇതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഒരു സംഭവത്തെ കുറിച്ച് ഒരിക്കലും തട്ടിക്കളയാനോ അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുവാനോ സാധിക്കുകയില്ല. എല്ലാവരും അത് അംഗീകരിച്ചിട്ടുണ്ട്. കാരണം വിശുദ്ധ ഖുർആനിൽ തന്നെ പ്രത്യേകമായ ഒരു അധ്യായം തന്നെ പറയുന്നുണ്ട്. സൂറത്തുൽ ഇസ്രായിൽ പറഞ്ഞു, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാണ്, ചരിത്ര സംഭവമായ ആ ഇസ്രായിലിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നു. തന്റെ അടിമയെ ഒരു രാത്രിയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഇലൽ മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ അഖ്സയിലേക്ക് നിസാ യാത്ര ചെയ്യിപ്പിച്ചവൻ എത്ര പരിശുദ്ധനാണ് എന്ന് വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അല്ലാഹു പറയുകയാണ്. അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. മസ്ജിദുൽ അഖ്സയുടെ പരിസരം നാം അനുഗ്രഹീതമാക്കിയിരിക്കുന്നു. നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് അദ്ദേഹത്തിന് നാം കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ആ ചെയ്തു കൊടുക്കുന്ന അല്ലാഹു എല്ലാം കാണുന്നവരും കേൾക്കുന്നവരുമാണ് എന്ന് വിശുദ്ധ ഖുർആനിലെ അല്ലാഹു വളരെ വ്യക്തമായി പഠിപ്പിച്ചു. ഒറ്റ രാത്രി കൊണ്ടാണ് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോവുകയും അതുപോലെ തന്നെ ഏഴാൻ ആകാശങ്ങളിലൊക്കെ ചുറ്റി സഞ്ചരിക്കുകയും ചെയ്ത ചരിത്ര സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇസ്രാ എന്ന് പറഞ്ഞാൽ മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്കുള്ള ഒരു പ്രയാണത്തിനാണ് യഥാർത്ഥത്തിൽ ഇസ്രാ എന്ന് പറയുന്നത്. നമുക്കൊക്കെ അറിയാവുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഈ ദിവസം വന്നപ്പോൾ ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്ന് മാത്രമാണുള്ളത്. അതുപോലെ തന്നെ മിഅ്റാജ് എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോയതിന് ഇസ്രാവും മസ്ജിദുൽ അഖ്സയിൽ നിന്ന് 7 ആകാശങ്ങൾ അടക്കമുള്ള അദൃശ്യമായ ലോകങ്ങളെല്ലാം സഞ്ചരിച്ചുകൊണ്ട് അല്ലാഹു നിശ്ചയിച്ച പരിധിവരെയുള്ള ഒരു യാത്രക്കാണ് യഥാർത്ഥത്തിൽ മിഅ്റാജ് എന്ന് പറയുന്നത്. 7 ആകാശങ്ങളെല്ലാം സഞ്ചരിച്ചു. ഒറ്റ രാത്രി കൊണ്ട് അദൃശ്യമായ ലോകങ്ങളിലൂടെ സഞ്ചരിച്ച മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതുപോലെ തന്നെ വാഹനമായിട്ട് ഉപയോഗിച്ച ബുറാഖ് എന്ന് പറയുന്ന വാഹനവും കൂടെ ഉണ്ടായിരുന്നത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമുമാണ്. ഈ 3 ആളുകളാണ് ഒറ്റ രാത്രി കൊണ്ട് 7 ആകാശങ്ങളെല്ലാം സഞ്ചരിക്കുകയും അതിനേക്കാൾ വലിയ അത്ഭുതം ഓരോ ആകാശങ്ങളിലും ഓരോ പ്രവാചകന്മാരെ അവർ സന്ദർശിക്കുകയും അവരുടെ സുഖവിവരങ്ങളെല്ലാം ചോദിച്ചറിയുകയും ചെയ്ത ചരിത്ര സംഭവങ്ങളാണ്. ഓരോ പ്രവാചകന്മാരും 1-ാം ആകാശത്ത് മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടു, സുഖവിവരങ്ങളെല്ലാം ചോദിച്ചു. അതുപോലെ തന്നെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടു, സുഖവിവരങ്ങൾ അന്വേഷിച്ചു. 3-ാമത്തെ ആകാശത്ത് വെച്ചുകൊണ്ട് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സന്ദർശിച്ചു. 4-ാമത്തെ ആകാശത്ത് വെച്ചുകൊണ്ട് ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെയും അതുപോലെ 5-ാമത്തതിൽ ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും 6-ാമത്തതിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും 7-ാം ആകാശത്തിൽ വെച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും സന്ദർശിച്ചുകൊണ്ട് എല്ലാവരുടെയും സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ട് പോരുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ സമ്മാനമായിട്ട് നൽകിയതാണ്
ഇന്ന് ഞാനും നിങ്ങളൊക്കെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന 5 വക്ത് നിസ്കാരം. 5 വക്ത് നിസ്കാരം അവിടെ വലിയൊരു പാഠമുണ്ട്. ആദ്യമായിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യമായിട്ട് കൊടുത്തിരുന്നത് 50 വക്ത് നിസ്കാരമായിരുന്നു. തന്റെ ഉമ്മത്തീങ്ങൾക്ക് താങ്ങാനും സഹിക്കാനും കഴിയില്ല എന്ന് മുൻകൂട്ടി തന്നെ മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടപ്പോ പ്രവാചകന്മാരും അതിനെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പൊ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് റബ്ബ് തന്ന സമ്മാനം എന്ന് ചോദിച്ചപ്പോ 50 വക്ത് നിസ്കാരമാണ്. തിരിച്ചു പോയി, ഇത് എന്റെ ഉമ്മത്തീങ്ങൾക്ക് സാധ്യമല്ല. നമുക്കറിയാം 5 വക്ത് നിസ്കാരം തന്നെ നമുക്ക് എത്രമാത്രം ഇടങ്ങേറുണ്ടോ ഇല്ല എന്ന് നമ്മൾ ചിന്തിച്ചാൽ കിട്ടുന്നതാ. എത്ര ആളുകൾ പള്ളിയിൽ വരുന്നുണ്ട്, 5 വക്ത് നിസ്കാരം ജമാഅത്തായിട്ട് നിർവഹിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഞാനും നിങ്ങളൊക്കെ ചിന്തിച്ചാൽ കിട്ടുന്നതാ. ഏതായാലും ആ സ്ഥാനത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നൽകിയിരുന്നത് 50 വക്ത് നിസ്കാരമായിരുന്നു. അത് തന്റെ ഉമ്മത്തീങ്ങൾക്ക് സാധ്യമല്ല, അത് താങ്ങുകയില്ല എന്ന് കണ്ടപ്പോൾ വീണ്ടും അവിടെ ചെയ്യപ്പോ 50 ഉള്ളത് 5 ആക്കി മാറ്റി കൊടുത്ത് ചരിത്ര സംഭവം മഹാരഥന്മാരായ പണ്ഡിത മഹത്തുക്കളിലെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ പോകുന്നു. സമ്മാനമായിട്ട് കിട്ടിയതാണ് 5 വക്ത് നിസ്കാരം. നമുക്കൊക്കെ അറിയാം ചരിത്രങ്ങളൊക്കെ. ഏതായാലും ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതലായിക്കൊണ്ട് ഞാനൊന്നും കടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നത്തെ രാത്രിയാണ് മിഅ്റാജിന്റെ രാവ്. ആ ചരിത്ര സംഭവം ഉണ്ടായ രാത്രി ഇന്നത്തെ രാത്രിയാണ്. നാളത്തെ പകലില് അതിന്റെ നോമ്പെടുക്കൽ സുന്നത്തുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുന്നുണ്ട്, മൻ സാമ യൗമ സാബിഅ വൽ ഇശ്രീ മിൻ റജബ് മാസത്തിൽ നിന്നും 27ന്റെ അന്നത്തെ നോമ്പ് ഒരാൾ അനുഷ്ഠിച്ചാൽ കുതിബ ലഹു സവാബു സിയാമി 60 ഹശറ. 60 വർഷത്തെ നോമ്പനുഷ്ഠത്തിന്റെ പ്രതിഫലം അല്ലാഹു കൊടുക്കും. അതവിടെ എഴുതി വെക്കുകയാണ്. നാളത്തെ ഒരു പകലിന്റെ ആ സുന്നത്താക്കപ്പെട്ട നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ 60 കൊല്ലം നോമ്പനുഷ്ഠത്തിന്റെ പ്രതിഫലം അവിടെ രേഖപ്പെടുത്തി വെക്കുമെന്ന് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഫഖീന്റെ ഗ്രന്ഥങ്ങളിൽ യാനത്ത് പോലത്തെ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നുണ്ട്, വയസ്തഹബ്ബു സൗമ യൗമിൽ മിഅ്റാജ്. മിഅ്റാജിന്റെ അന്നത്തെ നോമ്പ് ഒരു സുന്നത്താക്കപ്പെടും എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഫത്ഹുൽ അല്ലാമയിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, വയുക്തബു സൗമ യൗമിൽ ഇസ്നൈൻ വയൗമിൽ ഖമീസ് വയൗമിൽ മിഅ്റാജ് എന്ന് ഫഖഹാക്കൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ മിഅ്റാജിന്റെ ദിവസം നോമ്പനുഷ്ഠിക്കൽ സുന്നത്തും മുഅക്കദയാണ് എന്ന് മഹാന്മാരായ ഫഖഹാക്കൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ്. സുന്നത്ത് എന്നുള്ള ശക്തിയായ സുന്നത്ത് കൂടിയാണ് എന്ന് നിങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. കൂടുതലായിക്കൊണ്ട് ഞാൻ പറയുന്നില്ല. ഈ വിഷയത്തെക്കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചും മിഅ്റാജിനെ കുറിച്ചും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നിരുന്നാലും സന്ദർഭോചിതമായി ആ ഒരു ദിവസം നമ്മളിലേക്ക് വന്നപ്പോൾ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. റബ്ബ് തആല നമ്മുടെ എല്ലാവിധ അമലുകളും കബൂൽ ചെയ്യുമാറാകട്ടെ. വരാനിരിക്കുന്ന പരിശുദ്ധമാക്കപ്പെട്ട ഈ ശഅബാനിലും അതുപോലെ തന്നെ അതിനേക്കാളുപരി പരിശുദ്ധമാക്കപ്പെട്ട റമദാനിലും ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളത്തെയും അതുപോലെ തന്നെ വരാനിരിക്കുന്ന ഓരോ ദിവസങ്ങളിലും ഒരുപാട് ദിക്റുകൾ നമ്മൾ ചൊല്ലണം. അത് ചൊല്ലുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.